നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ചാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലഭിക്കാതിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ, അതുപോലെ തന്നെ നിലവിൽ കുടിശ്ശികയുള്ള 2 മാസത്തെ പണം ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. നമ്മുടെ നാടുകളിൽ ഓടുന്ന എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യം ലഭിക്കുമോ, സൗജന്യ യാത്ര ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ നൽകേണ്ടി വരുമോ, അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കുമോ KSRTC സൗജന്യ യാത്ര ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് KSRTC ബസ്സിൽ സൗജന്യ യാത്രയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് മുമ്പ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച കാര്യമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സർക്കാർ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജൂൺ മാസം 15-ാം തീയതി മുതലായിരിക്കും ഈ സൗജന്യ യാത്ര തുടങ്ങുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ ഏതെല്ലാം ബസ്സുകളിലാണ്, അതുപോലെ തന്നെ എല്ലാ ബസ്സുകളിലും ലഭിക്കുമോ എന്നൊന്നും ഇപ്പോൾ അറിയിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും ആദ്യത്തെ 100 ദിവസം സൗജന്യം ലഭിക്കുക. പിന്നീട് അത് പഠിച്ചതിന് ശേഷം ഓരോ ബസ്സുകളിലേക്കും നീട്ടുന്നതിനെ കാര്യത്തെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കാർ ഇതുവരേക്കും ഔദ്യോഗികമായി ഏതെല്ലാം ബസ്സിലാണെന്ന് നമ്മെ അറിയിച്ചിട്ടില്ല. പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെ മാത്രമാണ്. അതുപോലെ തന്നെ ഏത് ബസ്സുകളിലായാലും ലഭിക്കുക എല്ലാത്തരം സ്ത്രീകൾക്കും നിലവിൽ അതിന് പ്രത്യേക അപേക്ഷ മറ്റോ നൽകേണ്ട ആവശ്യം വരില്ല. ആ റൂട്ടുകളിൽ ഓടുന്ന എല്ലാ KSRTC ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും വരിക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും ആദ്യത്തെ 100 ദിവസം സൗജന്യ യാത്ര നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ അങ്ങനെയുള്ള ആ റൂട്ടിലോടുന്ന ആ ബസ്സുകളിൽ എല്ലാ സ്ത്രീകൾക്കും അതിൽ പ്രായ വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ സാമ്പത്തിക വ്യത്യാസമോ റേഷൻ കാർഡിൻ്റെ കളർ വ്യത്യാസമോ ഇല്ലാതെ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ മറ്റൊരു കാര്യം നോക്കാൻ പോകുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തായിരുന്നു നമുക്ക് പെൻഷൻ ലഭിച്ചിരുന്നത്. 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. ഒരുപാട് തവണ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലും നേരിട്ടെത്തിയും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് പണം അപ്രൂവലായതും പണം ലഭിച്ചതും. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് കാര്യമായ ഒരു അറിയിപ്പും ഇതുവരെയും അതിനുണ്ടായിട്ടില്ല. ഈ മാസം 19-ാം തീയതിയാണ് പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ഈ ഒരു ബജറ്റിൽ തന്നെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 മാസത്തെയും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും സർക്കാർ അറിയിച്ചിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചത് ആകപ്പാടെ 2000 രൂപയായിരുന്നു. അത് വാർദ്ധക്യ വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട ക്ഷേമനിധി പെൻഷനുമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകൾ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ എന്നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും തുടർന്നും വരുന്നത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.